महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. അടുത്തതായി വനപർവം ആരംഭിക്കുകയാണ്. അവരുടെ വനവാസമാണ് പ്രത്യേകമായിട്ട് ഈ ഒരു പർവത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ അവർ പോയ ദിവസത്തെ കാര്യം തന്നെ ഇവിടെ പറയുന്നുണ്ട്. പാണ്ഡവന്മാർ വർദ്ധമാനം എന്നു പേരായ പുരദ്വാരത്തിലൂടെ പാഞ്ചാലിയോടുകൂടി ശസ്ത്രധാരികളായി വടക്കോട്ട് യാത്ര ആരംഭിച്ചു. ഇന്ദ്രസേനൻ മുതലായ 14 ഭൃത്യന്മാർ അവരുടെ ഭാര്യമാരോടുകൂടി രഥത്തിൽ അവരെ പിന്തുടർന്നു. അതേസമയം പാണ്ഡവന്മാർ കാട്ടിലേക്ക് പോയ വൃത്താന്തമറിഞ്ഞ് ദുഃഖിതരായ പൗരന്മാർ ഭീഷ്മർ, ദ്രോണർ, കൃപർ, വിതുരർ ഇവരെയെല്ലാം വീണ്ടും വീണ്ടും നിന്ദിച്ചു പറയുകയാണ്. ഒരു മടിയുമില്ലാതെ അവർ കവലകളിൽ നിന്നൊക്കെ കൗരവരെ പരമാവധി നിന്ദിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പൗരന്മാർ പറയുന്നത്, ഈ ദുഷ്ടനായ ദുര്യോധനൻ ഭരിക്കുന്ന രാജ്യത്ത് നമ്മൾ എന്തിനാണ് ഇനി ജീവിക്കുന്നത്? എന്ത് തന്നെയായാലും നമുക്കും കാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പൗരന്മാർ പാണ്ഡവന്മാരെ പിന്തുടർന്ന് അവരുടെ കൂടെ എത്തുകയാണ്. അപ്പോൾ പൗരന്മാർ യുധിഷ്ഠിരനോട് ചോദിക്കുന്നു, ദുഃഖിതരായ ഞങ്ങളെ വിട്ടു പോവുകയാണോ? നിങ്ങൾ പോകുന്നിടത്തേക്ക് ഞങ്ങളും വരാം. ദുഷ്ടരാജാക്കന്മാർ ഭരിക്കുന്ന നാട്ടിൽപ്പെട്ട് ഞങ്ങളും നശിച്ചു പോകും. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളെയും വരാൻ അനുവദിക്കണമെന്ന് ഈ പൗരന്മാർ പറയുകയാണ്. അവരോട് യുധിഷ്ഠിരൻ ഇപ്രകാരം പറയുകയാണ്, നിങ്ങളുടെ കാരുണ്യത്താലും സ്നേഹത്താലും ഞങ്ങൾ ധന്യരായിരിക്കുന്നു. എന്നാൽ ഭ്രാതാക്കളോടുകൂടി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, അത് നിങ്ങൾ തെറ്റിക്കരുത്. അതായത് മുത്തച്ഛനായ ഭീഷ്മരും വിതുരരും മഹാരാജാവും അമ്മയും മിക്ക മിത്രങ്ങളും ഇപ്പോഴും ഹസ്തിനാപുരിയിലുണ്ട്. അവരെ ഞങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി നിങ്ങൾ കരുതി കാത്തുകൊള്ളണം. നിങ്ങളോടുകൂടി ദുഃഖിക്കുന്ന അവരെയൊക്കെയും നിങ്ങൾ വേണം ആശ്വസിപ്പിക്കാൻ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നിങ്ങൾ ആരും ഞങ്ങളെ പിന്തുടരരുത് എന്ന് യുധിഷ്ഠിരൻ അവരെ സാന്ത്വനപ്പെടുത്തി തിരിച്ചയക്കുകയാണ്. അങ്ങനെ ഈ പൗരന്മാർ പോയ ശേഷം തേരിൽ കയറി പാണ്ഡവന്മാർ ഗംഗാതീരത്ത് പ്രസിദ്ധമായ പ്രമാണം എന്നു പേരായ ഒരു മഹാവടവൃക്ഷത്തിൻ്റെ സമീപത്തെത്തി. അങ്ങനെ ശേഷിച്ച പകൽ അവിടെ ഇരുന്നു. രാത്രി ഗംഗയിൽ കുളിച്ച് അവിടെ പാർത്തു. അന്ന് ആരും ഭക്ഷണം കഴിച്ചില്ല. ശുദ്ധമായ ഗംഗാജലം മാത്രം പാനം ചെയ്ത് അന്നത്തെ ആ രാത്രി കഴിച്ചുകൂട്ടി. അതേസമയം നന്ദിയുള്ള ചില ബ്രാഹ്മണർ അവിടെ അവരെ പിന്തുടർന്നു. അങ്ങനെ ശിഷ്യരോടും ബന്ധുക്കളോടും കൂടി വന്നു ചേർന്ന ആ ബ്രാഹ്മണർ അഗ്നി കൂട്ടി ഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ്തു. ആ സായാഹ്നത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് ആ ബ്രാഹ്മണർ വേദോച്ചാരണവും സംഭാഷണവും തുടങ്ങി. അങ്ങനെ സത്യത്തിൽ ഒരു മനോഹരമായ സത്സംഗമാണ് അവർക്ക് അന്ന് രാത്രി ലഭിച്ചത്. ഇതേ സമയം പ്രഭാതമായപ്പോൾ പാണ്ഡവന്മാർ കാട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന ഈ ബ്രാഹ്മണരും ഇവരുടെ കൂടെ കാട്ടിലേക്ക് തുടർന്നും നടക്കുകയാണ് എന്ന് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ പിന്തുടരരുത്. കാരണം ഞങ്ങൾ കാട്ടിൽ എങ്ങനെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ചിലപ്പോൾ വേട്ടയാടി കിട്ടുന്ന മൃഗമാംസമൊക്കെ ഭക്ഷിച്ചായിരിക്കും ഞങ്ങൾ ജീവിക്കുന്നത്. കാട് ആപത്കരമാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ ആ ക്ലേശം അത് എന്നെ വളരെയധികം ദുഃഖിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞാലും
അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് വന്നുകൂടിയ ഈ ഗതിയിൽ ഞങ്ങളും പങ്കുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് രീതിയിൽ ജീവിച്ചാലും അതിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നിസ്സഹായത ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഏറ്റവും അധികം വ്യസനിക്കുന്നത്. അതേസമയം നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾക്ക് ഭക്ഷണം തേടേണ്ടി വരുന്ന ഒരവസ്ഥ, ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ അത് എത്തിച്ചു തരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതെന്നെ കൂടുതൽ വേദനിപ്പിക്കും. അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങളെ പോറ്റേണ്ട കാര്യത്തെപ്പറ്റി അങ്ങ് ചിന്തിച്ചു വിഷമിക്കരുത്. ഞങ്ങൾക്കാവശ്യമുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ സമ്പാദിച്ച് നിങ്ങളെ പിന്തുടർന്നു കൊള്ളാം. അതേസമയം ധ്യാനവും ജപവും മറ്റുമായി ഞങ്ങൾ അങ്ങേക്ക് ശുഭം നൽകാം. നല്ല കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളോടുകൂടി മനസ്സിന് ആനന്ദത്തോടെ ഇരിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ തെറ്റില്ല. തീർച്ചയായും എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങളോടുകൂടിയ വാസം ആത്മനിന്ദയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ തനിയെ ഭക്ഷണം തേടി നടന്ന് അത് കൊണ്ടുവന്ന് ഉണ്ണുന്നത് നോക്കി നിന്ന് അങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഭക്ഷണം കഴിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അതേസമയം നിങ്ങൾ ഇത്രയും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തളർന്നു പോകുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ചിരുന്ന യുധിഷ്ഠിരനെ ശൗനകൻ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ ശൗനകൻ പറയുന്നത് രാജാവിനോട് നമ്മുടെ ദുഃഖത്തിന് കാരണം പലപ്പോഴും ആഗ്രഹങ്ങളാണ് എന്നാണ്. എന്നാൽ അതിന് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, സത്യത്തിൽ ഇപ്പോൾ എനിക്കുള്ള ആഗ്രഹം ഇവരെ ഊട്ടാൻ വേണ്ടുന്നത് ഉണ്ടാവണമെന്നേ ഉള്ളൂ, അല്ലാതെ ആ ധനം കൊണ്ട് എനിക്കെന്തെങ്കിലും നേടാനല്ല. എന്നിട്ട് യുധിഷ്ഠിരൻ ഒരു ഗൃഹസ്ഥന്റെ ധർമ്മത്തെക്കുറിച്ച് ഈ ശൗനകൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഗൃഹസ്ഥൻ എപ്പോഴും തൻ്റെ കൂടെയുള്ളവരെ സംരക്ഷിക്കണം, എന്നിട്ടേ താൻ ഭക്ഷണം പോലും കഴിക്കാവൂ എന്നാണ്, അവനവൻ ഭക്ഷണം പോലും കഴിക്കാവൂ എന്നാണ് പറയുന്നത്. ഒരു ഗൃഹസ്ഥൻ എല്ലാ ദിവസവും അവനവന് വേണ്ടി പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം ദേവന് നിവേദ്യമായിട്ട് കൊടുക്കണം. അതുപോലെ പിതൃക്കൾക്കും എല്ലാ ദിവസവും ദാനം ചെയ്യണമെന്നാണ്. അതായത് അവർക്ക് എന്ന് സങ്കല്പിച്ച് ഭക്ഷണം വയ്ക്കണം. അത് കഴിഞ്ഞ് ചുറ്റിലും ആരെങ്കിലും ഉള്ളു തളർന്ന് ഉഴലുന്ന പാന്തൻ, അതായത് വഴിയാത്രക്കാരന് മടി കൂടാതെ അന്നം നൽകുന്നവന് മഹത്തായ പുണ്യം ലഭിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഗൃഹസ്ഥന്റെ ധർമ്മമാണ് എന്ന് യുധിഷ്ഠിരൻ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ആയാലും ഞാൻ ഇപ്പോഴും ഒരു ഗൃഹസ്ഥനാണ്. അപ്പോൾ എൻ്റെ കൂടെ എന്നെ പിന്തുടർന്നു വരുന്നവരെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ധനം ആഗ്രഹിക്കുന്നത് എന്ന് യുധിഷ്ഠിരൻ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ തനിക്ക് തൻ്റെ കൂടെ വരുന്നവരെ സേവിക്കാനാണ് ഞാൻ അർത്ഥം ആഗ്രഹിക്കുന്നത്, അവരെ ഊട്ടാനാണ് ഞാൻ അർത്ഥം ആഗ്രഹിക്കുന്നത്, അല്ലാതെ ആ അർത്ഥമോഹിയായിട്ടല്ല എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ശൗനകൻ പറഞ്ഞു, അങ്ങ് വിപ്രന്മാരെ സേവിക്കുവാൻ തപസിദ്ധിക്ക് ഉദ്യമിക്കുക. സിദ്ധന്മാർ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അനുഗ്രഹം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അങ്ങ് തപസ് ചെയ്ത് അങ്ങയുടെ ഇപ്പോഴത്തെ ആഗ്രഹം നേടുക. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ തങ്ങളുടെ പുരോഹിതനായ ധൗമ്യ മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വേദവേദികളായ ദ്വിജന്മാർ പോരുന്നു എന്നാണ് പറയുന്നത്. അവരെ പോറ്റുവാൻ എനിക്ക് കഴിവില്ല. അതിനാൽ ഞാൻ അത്യധികം സങ്കടപ്പെടുന്നു. എന്നാൽ അവരെ എനിക്ക് കൈവിടാനും വയ്യ. അവർക്കൊന്നും നൽകാനുള്ള ശക്തിയും എനിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം എന്ന് അങ്ങ് ഉപദേശിക്കൂ. അപ്പോൾ ധൗമ്യ മഹർഷി പറയുകയാണ്, പണ്ട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങൾ വിശന്നു വലഞ്ഞപ്പോൾ ആദിത്യ ഭഗവാൻ അച്ഛനെപ്പോലെ കനിവോടെ ഉത്തരായണത്തിൽ പ്രവേശിച്ച് ആ സൂര്യരശ്മിയാൽ ഈ പ്രപഞ്ചത്തിലെ രസം എടുത്തതിന് ശേഷം, ഓരോ രസം, അതായത് എരിവ്, പുളി, ഉപ്പ്, ഇങ്ങനെയുള്ള രസമെല്ലാം എടുത്തതിന് ശേഷം ദക്ഷിണായനത്തിൽ പ്രാപിച്ച് ഭൂമിക്ക് മുകളിൽ നിന്നു. അപ്പോൾ
ഓഷധികളുടെ ഈശനായ ചന്ദ്രൻ സൂര്യ തേജസ് വാനിൽ നിന്ന് സ്വീകരിച്ച് മേഘങ്ങളെ സൃഷ്ടിച്ച് മഴ പെയ്യിച്ചു. അങ്ങനെയാണ് ചെടികളിൽ മുള പൊന്തിയത്, ചെടികൾ മുളപ്പിച്ചു. അതുകൊണ്ട് സൂര്യനാണ് 6 രസങ്ങളോടുകൂടിയ ചെടികളായി അന്നമായി ചന്ദ്രൻ്റെ സഹായത്തോടെ ജീവികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് അന്നം എന്നാൽ സൂര്യൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങ് ശുദ്ധിയോടുകൂടി തപസ് ചെയ്ത് ധർമ്മത്താൽ വിപ്രരെ സംരക്ഷിക്കുക. അപ്പോൾ എങ്ങനെയാണ് സൂര്യനെ പൂജിക്കേണ്ടത് എന്ന വിധവും ധൗമ്യ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അതിനായിട്ട് സൂര്യൻ്റെ 108 പര്യായങ്ങൾ ചേർന്ന മന്ത്രം, അതായത് സൂര്യ അഷ്ടോത്തര ശതനാമാവലി പറഞ്ഞു കൊടുക്കുകയാണ്. ആമുഖത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മഹാഭാരതം എന്നത് വെറുമൊരു കഥയല്ല, ഒരുപാട് തത്വോപദേശങ്ങൾ ഉള്ള, ഒപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം പോലെയുള്ള ഒരുപാട് സ്തുതികളും ഉള്ള ഒരു മഹത് ഗ്രന്ഥമാണ്. അപ്പോൾ ഈ സൂര്യ അഷ്ടോത്തര ശതനാമാവലി ഈ മഹാഭാരതത്തിൽ വരുന്ന ഈ ഭാഗത്ത് വരുന്നതാണ്. അങ്ങനെ 108 നാമാവലി പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇത് ശ്രദ്ധയോടുകൂടെ ജപിച്ചാൽ, സ്തോത്രം ജപിച്ചാൽ ദുഃഖങ്ങളൊക്കെ തരണം ചെയ്യുകയും വനവും വന്ഹിയും ആഴിയും എന്ന് മാത്രമല്ല, എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതെല്ലാം നേടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ധൗമ്യ മഹർഷിയുടെ ഉപദേശം കേട്ട ധർമ്മപുത്രർ അത്യുഗ്രമായ തപസ് ആരംഭിച്ചു. ഗംഗാജലം ആചമിച്ച് ആത്മപ്രാണായാമത്തിൽ നിന്ന് ശുചിയായി ശുദ്ധമായ വാക്കിനാൽ സൂര്യനെ സ്തോത്രം ചെയ്ത് പ്രസാദിപ്പിച്ചു. അങ്ങനെ ഇവിടെ ഒരു സൂര്യസ്തുതിയും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് ഒരു ഗദ്യ വ്യാഖ്യാനമായതുകൊണ്ട് എല്ലാം ഗദ്യരൂപത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ സൂര്യസ്തുതി മന്ത്രവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ സൂര്യഭഗവാനെ സ്തുതിച്ചപ്പോൾ ലോകപാവനനായ സാക്ഷാൽ സൂര്യഭഗവാൻ ആ യുധിഷ്ഠിരൻ്റെ മുന്നിൽ പ്രീതിയോടെ അഗ്നി പോലെ ദീപ്തനായി കാണുമാറായി. അങ്ങനെ സൂര്യൻ യുധിഷ്ഠിരനെ അനുഗ്രഹിക്കുകയാണ്. ഹേ യുധിഷ്ഠിര, നിന്റെ അഭീഷ്ടം എന്താണോ അതെല്ലാം നിനക്ക് സാധിക്കും. ഇനി വരാനിരിക്കുന്ന 12 വർഷവും ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നത്ര അന്നം തരുന്നതാണ്. എന്നിട്ട് ഒരു ചെമ്പുപാത്രം യുധിഷ്ഠിരന് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ തരുന്ന ചെമ്പുപാത്രം ഭവാൻ സ്വീകരിക്കുക. അതാണ് അക്ഷയപാത്രം എന്നാണ് ഇത് പിന്നീട് അറിയപ്പെട്ടത്. കാരണം ഇതിൽ നിന്ന് അക്ഷയമായിട്ട്, ക്ഷയമില്ലാതെ ഭക്ഷണ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സൂര്യഭഗവാൻ പറഞ്ഞു, ഇതിലെ ഭക്ഷണം പാഞ്ചാലി ഉണ്ണുന്നതുവരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഒരു ദിവസം ആദ്യം എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏറ്റവും അവസാനം പാഞ്ചാലി കഴിക്കുക. പാഞ്ചാലി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അന്നത്തെ ദിവസം ഭക്ഷണം ഉണ്ടാവുകയില്ല. അങ്ങനെ എന്നാൽ ഏത് രീതിയിലുള്ള ഭക്ഷണം വേണമെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞു. എത്ര എടുത്താലും ഒടുങ്ങാതെ ലഭിക്കുന്നതാണ്. എന്നിട്ടൊരു അനുഗ്രഹവും കൊടുത്തു. 14ാമത്തെ വർഷം ഭവാൻ രാജ്യം നേടുകയും ചെയ്യും. ഇപ്രകാരം ഈ ഒരു പാത്രം നൽകി, അക്ഷയപാത്രം നൽകി അനുഗ്രഹിച്ച് ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു. ഇങ്ങനെ എല്ലാം തപസ്സുകൊണ്ട് നേടിയെടുക്കുകയാണ് യുധിഷ്ഠിരൻ. ഈ വനവാസം തന്നെ ഈ ഒരു തയ്യാറെടുപ്പിനാണ്. സത്യത്തിൽ ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പാഠമാക്കേണ്ടത്. കഷ്ടകാലം എന്നത് ചില അനുഗ്രഹങ്ങൾക്കും കൂടെ വേണ്ടിയുള്ളതാണ് എന്ന് അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കും. അത് വെറുതെ ആരെങ്കിലും പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ ഒരു യഥാർത്ഥ ഭക്തന് ആ കഷ്ടകാലവും പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, പാണ്ഡവർ കാട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ സത്സംഗത്തിനായിട്ട് എന്നും ബ്രാഹ്മണർ കൂടെ തന്നെ ഉണ്ട്. മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ യാഗങ്ങൾ ചെയ്യുന്നു, സത്സംഗങ്ങളിലൂടെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു.
അതേസമയം കൗരവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. എന്നും ഒരേപോലെയുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് കഷ്ടപ്പാടുകളെ നമ്മൾ ശപിക്കുകയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ജീവിതം സുഖമായി എന്നൊന്നും വിചാരിക്കരുത്. ആ കഷ്ടപ്പാടിനിടയിലും സന്തോഷം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അല്ല എങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് സുഖം തന്നെയാണെങ്കിൽ അത് പരമബോറാണ്. കാരണം വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണത്തിന് രുചി ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ കുറച്ചെന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വന്നിട്ട് എന്നിട്ടൊരു സുഖം വരുമ്പോഴാണ് ആ സുഖത്തിനൊരു സുഖമുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും സുഖമാണ്, പ്രത്യേകിച്ചൊരു ദുഃഖവുമില്ല, പ്രശ്നങ്ങളും ഒന്നുമില്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടി, എന്ത് പ്രതീക്ഷിച്ചാണ് നമ്മൾ ജീവിക്കുക? നാളെ എന്തു വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ജീവിക്കുക. അതേസമയം കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവർക്ക് ആ ഓരോരോ കഷ്ടതകൾ തീരുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും കഷ്ടകാലത്തെ പഴിക്കരുത്. ആ കഷ്ടകാലത്തിലും നമ്മൾ ഭഗവാനെ മുറുകെ പിടിച്ച് ഇങ്ങനെ തപയജ്ഞാദികളൊക്കെ ചെയ്ത്, സത്യത്തിൽ ആ സമയത്താണ് നമ്മളോട് കൂടുതൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറയുന്നത്. അതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. ആ സമയം നമ്മളൊരു തപസ് പോലെ ക്ഷമയോടെ കാത്തിരിക്കണം. ഇങ്ങനെ സൂര്യനിൽ നിന്ന് വരം നേടിയതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് ധർമ്മജൻ കരകയറി, എന്നിട്ട് ധൗമ്യ മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ചിട്ട് അനുജന്മാരോടും പാഞ്ചാലിയോടൊത്ത് അവർ താൽക്കാലികമായി നിർമ്മിച്ച ആ ഗൃഹത്തിലെ അടുക്കളയിൽ ചെന്ന് ആ പാണ്ഡുപുത്രൻ സ്വയം ഭക്ഷണം തയ്യാറാക്കാനൊരുങ്ങി. അങ്ങനെ രാജകീയമായ അടുക്കളയിൽ ഉണ്ടാക്കപ്പെടുന്ന വിഭവങ്ങളോടുകൂടിയ സദ്യ വരുന്നവർക്കൊക്കെ കൊടുത്ത് അവരെ സത്കരിച്ചു. എത്ര ഉണ്ടാക്കിയാലും, അതായത് കുറച്ചുണ്ടാക്കിയാൽ പോലും പിന്നെയും പിന്നെയും വിളമ്പിക്കൊടുക്കാൻ മാത്രം അത്രയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആദ്യം ബ്രാഹ്മണരെ ഊട്ടി, അതിനുശേഷം സോദരന്മാർക്കും കൊടുത്തിട്ട് യുധിഷ്ഠിരൻ ഉണ്ടു. ഏറ്റവും അവസാനം പാഞ്ചാലി ഭക്ഷണം കഴിക്കും. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് ആർക്കും ഭക്ഷണം കിട്ടില്ല. ഇപ്രകാരം പാണ്ഡുപുത്രൻ മനസ്സിൽ അഭിലഷിച്ചതുപോലെ എല്ലാ ബ്രാഹ്മണർക്കും എല്ലാ ദിവസവും മൃഷ്ടാന്നം ഭോജനത്തിനായിട്ടുള്ള വക കണ്ടെത്താൻ സാധിച്ചു. മഹാഭാരതം മഹാ